ഹായ് ഫ്രണ്ട്സ്, ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാനായിട്ടാണ്. എങ്ങനെ പോയാലും ഞാൻ ഏകദേശം ഒരു മാസം അടുപ്പിച്ചിട്ട് ലീവ് എടുത്തിട്ടുണ്ട്. പഠനത്തിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം എന്തൊക്കെയോ എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പഠനം നിർത്തിയിട്ടില്ല. ആ ഒരു ചെറിയ ആശ്വാസമേ ഉള്ളൂ. എങ്കിലും ഇരുന്ന് പഠിക്കാനുള്ള സമയം ഒരു മാസം എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച ദിവസത്തിന് ശേഷം ഇത്രയും വലിയൊരു പനിയും ഇങ്ങനെ ഞാൻ ടയേർഡായതും ഇതാദ്യമായിട്ടാണ്. അപ്പോൾ എത്ര വയ്യാതായെങ്കിലും ഞാൻ കൂടുതലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, കുറേ സിനിമ കണ്ടിട്ടുണ്ട്. വയ്യാതെ കിടന്നപ്പോൾ പഠിക്കാൻ മാത്രം വലിയ മൂഡില്ലെങ്കിലും സിനിമ കാണാനോ യൂട്യൂബിലൊക്കെ നല്ല നല്ല വീഡിയോസ് കണ്ട് എൻജോയ് ചെയ്യാനോ ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഹാബിറ്റ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ഒരു മാസം കൊണ്ട്. യൂട്യൂബിൽ വീഡിയോസിന് അഡിക്റ്റായി എന്ന് വേണം പറയാൻ. കുറേ സിനിമയൊക്കെ കണ്ടു തീർത്തു. പക്ഷേ ആ സമയത്ത് കൂടി, വയ്യാതെ കിടന്ന സമയത്ത് കൂടി ഞാൻ സിനിമ കാണുമ്പോഴൊക്കെ നല്ല ആക്റ്റീവായിട്ടിരുന്ന് കാണാറുണ്ടായിരുന്നു. പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കേട്ട് അവിടെ കിടന്ന് എന്നെ അങ്ങ് ഉറങ്ങിപ്പോകാറായിരുന്നു പതിവ്. ഇപ്പോൾ ബാക്ക് ടു സ്റ്റഡി മോഡിലേക്ക് ഞാൻ വന്നപ്പോഴും എനിക്ക് വീഡിയോസും ഈ മൊബൈൽ അഡിക്ഷൻ കൂടി എന്ന് വേണം പറയാൻ. എനിക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊക്കെ ടെൻഷനാണ്. അയ്യോ, മറ്റേ സബ്ജക്റ്റ് പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് മറ്റേ സബ്ജക്റ്റിലേക്ക് പോകും. പിന്നെ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ വീണ്ടും ടെൻഷനാണ്. അയ്യോ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിലെ വീഡിയോസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ടോട്ടലി ഹാബിറ്റൊക്കെ ചേഞ്ചായി. പഠിക്കുന്ന വിധം എല്ലാം അങ്ങ് മറന്നുപോയി. ഒന്നിലൊന്നും ഫോക്കസ് കിട്ടുന്നില്ല. പഠിക്കുന്നതൊന്നും മനസ്സിൽ മെമ്മറിയിലൊന്നും നിൽക്കുന്നില്ല. ഏറ്റവും വലിയ സങ്കടമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ കുറേയൊക്കെ മറന്നുപോയി. ഒരു ടെസ്റ്റ് സീരീസ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേയൊക്കെ മറന്നുപോയി. ഇതെപ്പോഴുള്ള പ്രശ്നം തന്നെയാണ് എനിക്ക്. മറക്കും, വീണ്ടും പഠിക്കും, മറക്കും, വീണ്ടും പഠിക്കും. അപ്പോൾ കുറേ ദിവസമായി കുറേ മോട്ടിവേഷൻ ചാനൽ വീഡിയോസും എങ്ങനെ പഠിക്കാമെന്നും എങ്ങനെ ഫോക്കസ് നിലനിർത്താമെന്നും ഒക്കെ കാണുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് പഠനത്തിൽ നല്ല രീതിയിൽ ഉഴപ്പും വന്നിട്ടുണ്ട്. ഏകദേശം 10 മണിക്കൂർ അടുപ്പിച്ചാണ് ഉറങ്ങുന്നത്. എന്താണ് ഇങ്ങനെ സുഖമില്ലാതായതിനു ശേഷമുള്ള ടയേർഡ് കാരണമാണോ ഇങ്ങനെ ഉറങ്ങുന്നതെന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതിനെ ചൊല്ലി ഭയങ്കര റിഗ്രറ്റും ഉണ്ടാവാറുണ്ട്. എന്താണെന്നറിയില്ല, പഠനം നല്ല രീതിയിൽ അങ്ങനെ പോകുന്നില്ല. പിന്നെ എന്നെ ആദ്യമായിട്ട് PSC എന്തെന്ന് എന്നെ പഠിപ്പിച്ചതെന്ന് എൻ്റെ അമ്മ തന്നെ എന്നെ ഇപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ PSC ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞ് വലിയ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് PSC പഠിക്കുന്നത്, ഇതിനെക്കാട്ടിലും പ്രൈവറ്റ് ജോബിന് പോയിക്കൂടിയെന്ന് വരെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ സ്റ്റഡീസിൽ പണ്ട് എക്സാമൊക്കെ അടുക്കുമ്പോൾ അമ്മയൊക്കെയാണ് പറയുന്നത് പഠിമകളെ പഠിയുന്നു. പക്ഷേ അപ്പോഴൊന്നും കേൾക്കത്തില്ല. അപ്പോൾ ഉപദേശിക്കുന്നതേ ദേഷ്യമാണ്. എന്തിനാണ് എപ്പോൾ നോക്കിയാലും പഠിയെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണാത്ത മോട്ടിവേഷൻ ചാനലുകളില്ല. ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലായിട്ട് കണ്ടു തീർക്കുന്ന സ്റ്റഡി വ്ളോഗ്സിന് ഒരു ലിസ്റ്റ് ഇല്ല കേട്ടോ. അത്രയ്ക്ക് കണ്ടു തീർക്കുന്നുണ്ട്. കാരണം എനിക്ക് മോട്ടിവേഷൻ വേണം. പിന്നെ അമ്മയുടെ അടുത്തും ഇടയ്ക്ക് ചെന്ന് ചോദിക്കും എങ്ങനെയാണ് അമ്മ പഠിച്ചത്. അതുപോലെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒരു മാസം കൊണ്ടുപോയി. വീണ്ടും ആ ഒരു PSC ട്രാക്കിൽ കയറുക എന്നത് വലിയൊരു കാര്യമാട്ടോ. എന്നെ സംബന്ധിച്ച് രാവിലെ ഡെയിലി പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്ലാനൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അതുപോലെ ടൈം മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മെത്തേഡെല്ലാം കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. ടൈമല്ല മാനേജ് ചെയ്യേണ്ടത്, ഇനി എൻ്റെ മൈൻഡാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന ഒരു സൊല്യൂഷനിലാണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അറിയില്ല, ഇനി വീണ്ടും ആ ഒരു PSC ട്രാക്കിൽ കയറാനുള്ള കഠിന ശ്രമത്തിലാണ് കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ എന്തിനാണ് PSC തുടങ്ങിയത് എന്ന ഒരു ബോധോദയം ഉണ്ടായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാതെയാണ് PSC പഠിക്കാൻ എന്നെ വീട്ടുകാർ കൊണ്ടാക്കിയത്. പക്ഷേ ഞാൻ അന്ന് PSC കോച്ചിങ്ങിന് പോയപ്പോൾ ഒരു സാർ എന്നെ പറഞ്ഞ ഒരു വാക്കിനെ ചൊല്ലിയിട്ടാണ് ഞാൻ PSC പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ PSC നിർത്തിപ്പോയേനെ. അപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടിയിട്ട് സാറിന് ഒരു ചെറിയ ശാപമൊക്കെ ശപിച്ചിട്ട് പോയി.
അപ്പോൾ ആ ഒരു ഊർവശി ശാപം ഉപകാരം എന്ന രീതിയിൽ എനിക്ക് അന്ന് തുടങ്ങിയ വാശിയാണ് കേട്ടോ ഒരു ഗവൺമെൻറ് ജോബ് വാങ്ങണമെന്നത്. അങ്ങനെ പഠിച്ചു. ആ സമയത്ത് വന്ന വുമൺ CPOയുടെ മെയിൻ ലിസ്റ്റിൽ വന്നു. പക്ഷേ എന്നെ വീട്ടുകാർ വിട്ടില്ല. അപ്പോൾ അന്ന് വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റഡി ഞാൻ പിന്നെ ഇങ്ങനെ ഞാൻ PSC പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പഠനം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ കുറച്ചൊക്കെ എനിക്ക് എന്നെ തോന്നുന്നുണ്ട് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു എന്ന്. പിന്നെ ക്ലിയർ ചെയ്തതെല്ലാം മെയിനായിട്ട് ഫോഴ്സിലുള്ള പരീക്ഷകളായിരുന്നു. അപ്പോഴും വീട്ടിൽ നിന്ന് വിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്കാണ്, ഫോഴ്സിലല്ലാതെ ഏത് ജോബ് ഗവൺമെൻറ്റിൽ കിട്ടിയാലും എക്സ്പെഷ്യലി ട്രിവാൻഡ്രത്ത് കിട്ടിയാൽ നിന്നെ വീട്ടിൽ നിന്ന് ഗവൺമെൻറ് ജോബിന് വിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും വിടാൻ പോണില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ട്രിവാൻഡ്രത്തിനുള്ളിൽ ജോലി കിട്ടാനാണ്. ഇനിയിപ്പോൾ അതല്ല വേറെ ഏത് ജോലി കിട്ടിയാലും ഞാനിനി പോവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ PSC പഠിക്കുന്നതിനിടയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും PSC ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാത്തതിൻ്റെ കാരണങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അതുപോലെ എനിക്കും അറിയണമല്ലോ ആരൊക്കെ എന്തൊക്കെ രീതിയിലാണ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.